പെരുമ്പാവൂർ മുടക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ചൂരമുടി പ്രദേശത്ത് ജലജീവൻ മിഷന്റെ ഭാഗമായി ആരംഭിച്ച ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6 മാസമായി തടസ്സപ്പെട്ട നിലയിൽ. നിരവധി പഞ്ചായത്തുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിർമ്മിക്കുന്ന ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്നാവശ്യമായി പ്രദേശവാസികൾ. 10 കോടിയിൽ പരം രൂപയുടെ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ദിവസേന 1 കോടി ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുവാൻ ശേഷിയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ നിർമ്മാണത്തിന്റെ 10-1 പോലും പൂർത്തിയായിട്ടുമില്ല. കരാറുകാരൻ മരണപ്പെട്ടു പോയതാണ് ഇവിടത്തെ നിർമ്മാണം നിലയ്ക്കുവാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്ന വിവരങ്ങൾ. നിയമപരമായ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റും പണമിടപാടുകളിലെ തീർപ്പാക്കലും ഇതുവരെയും പൂർത്തിയാകാത്തതും ഇതിന്റെ പുനർനിർമ്മാണത്തിന് തടസ്സമാകുന്നു. ഉദ്യോഗസ്ഥ തലങ്ങളിലെ മെല്ലെപ്പോക്കാണ് ഇതിന് കാരണമെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ കമ്പിയെല്ലാം ഇപ്പോൾ തുരുമ്പെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. മുടക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ശുദ്ധീകരണശാല നിർമ്മിക്കുന്നത് എങ്കിലും ഇതിന്റെ പ്രയോജനം മറ്റ് പഞ്ചായത്തുകൾക്കും ലഭ്യമാകും. ഇപ്പോൾ ആകെ 2.5 MLD സംഭരണശേഷിയുള്ള പ്ലാന്റിൽ നിന്നുമാണ് ജലവിതരണം നടത്തിവരുന്നത്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മുടക്കുഴ കൂടാതെ വേങ്ങൂർ, അശമന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വേണ്ടി വന്നാൽ പെരുമ്പാവൂർ നഗരസഭയിലേക്കും വരെ ശുദ്ധജലം എത്തിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പെരിയാറിലെ 2 പമ്പ് ഹൗസുകൾ വഴി ഇവിടേക്ക് ജലം എത്തിക്കുവാനുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഇതിനുള്ള പൈപ്പ് ലൈനുകളും തിരികെ ജലം പമ്പ് ചെയ്യുന്നതിനുള്ള പൈപ്പുകളും ഇവിടെ എത്തിച്ചിട്ട് നാളുകളേറെയായി. മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടെ മുഴുവൻ വാർഡുകളിലും ടാങ്കർ വഴി വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം സാഹചര്യത്തിലാണ് കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തത്. മരണമടഞ്ഞ കരാറുകാരന് പകരം ആളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ, സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവ ഉടൻ പരിഹരിച്ച് എത്രയും വേഗം ചൂരമുടി കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് നാട്ടുകാർ നിവേദനം നൽകിയിട്ടുണ്ട് എന്നും ഇതുവരെയും യാതൊരു പ്രയോജനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നും മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ അനക്സ് വ്യക്തമാക്കി. പഴയത് 2.5 MLD ആയിരുന്നു, അത് 10 MLD ആയിട്ട് ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പഞ്ചായത്തുകൾക്ക് കൂടി നമുക്ക് പ്രയോജനം കിട്ടാവുന്ന രീതിയിൽ ആക്കാൻ വേണമെങ്കിൽ ഇവിടുത്തെ കുടിവെള്ള ഈ 3 പഞ്ചായത്തുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് മറ്റു പഞ്ചായത്തുകൾക്ക് വേണമെങ്കിൽ അത് നൽകാം. അപ്പോൾ ഇതിന്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ. 5-ാം വാർഡിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ 4-5 ട്രിപ്പ് വെള്ളം അടിക്കാനാണ് ഉണ്ടായത്. ഇപ്പോൾ മുടക്കുഴ പഞ്ചായത്തിലേക്ക് വേണ്ടി മാത്രം തന്നെ ഒരു ടാങ്കർ കളക്ടറുടെ ഓർഡർ അനുസരിച്ച് ഞങ്ങളത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ്. നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ചൂരമുടി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് വാട്ടർ അതോറിറ്റി പ്രൊജക്ട് വിഭാഗം അധികൃതർ പറയുന്നത്. ടെൻഡർ വിളിക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. പഠനം ഇവിടെ ആരംഭിക്കുന്നു.